റോളിംഗ്. സർ, CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ രഹസ്യ പരാതി പബ്ലിക്കായി പോയി എന്നുള്ളതാണ് ലണ്ടനിലെ പാർട്ടി അംഗമായ രാജേഷ് കൃഷ്ണയുടെ ഒരു പരാതി. അതിന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. അപ്പോൾ പാർട്ടി രഹസ്യം അല്ലെങ്കിൽ പാർട്ടിക്ക് താൻ നൽകിയ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു പരാതി എല്ലാവരും അറിഞ്ഞു. ഗൂഗിളും മെറ്റയും ഒക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അശോക് സാർ, നമുക്ക് രാജേഷ് കൃഷ്ണയുടെ വിഷയത്തെ എങ്ങനെ വിലയിരുത്താം? ഈ വാവെടുക്കുമ്പോൾ പശു അമറാറുണ്ടെന്ന് പറയുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ പാർട്ടിക്കകത്തും ഇതുപോലുള്ള ചില അമറലുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ രാജേഷ് കൃഷ്ണയുടെ ശരിക്കുള്ള ചിത്രം, അതായത് രാജേഷ് കൃഷ്ണയുടെ പരാതിയാണോ മറ്റേ ഇർഷാദിന്റെ പരാതിയാണോ ഇത് പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതിനൊന്നും യാതൊരു വിധമായ ക്ലാരിറ്റി ഇല്ല. ഇതൊരു തരം അമറൽ മാത്രമാണ്. അതിനെ മാത്രമേ നമുക്കിപ്പം, കാരണം മറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലാത്തതിനാൽ അതിനെ മാത്രമേ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹം രാജേഷ് കൃഷ്ണ ഇപ്പം എന്താണ് ഈ മറ്റേക്കും ഗൂഗിളിനൊക്കെ എതിരെ പരാതി കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്തിന്റെ ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം വലിയൊരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കാരണവശാലും ലോക്കലായിട്ട് ആർക്കും പരാതി കൊടുക്കത്തില്ല, ഇന്ത്യൻ പ്രസിഡന്റിനെ പരാതി അയക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, എന്നിട്ടത് വാർത്തയായിട്ടും വരികയും ചെയ്യും. അതുപോലെയുള്ള ഒരു ഇടപാടായിട്ട് രാജേഷ് കൃഷ്ണയുടെ നീക്കത്തിനെ കരുതിയാൽ മതി. കാരണം മെറ്റയ്ക്കൊക്കെ അവരുടേതായ ലീഗൽ സെല്ലുകളുണ്ട്, അവരത് പരിശോധിച്ചിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞ് ചെയ്തോളൂ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്കാണ്. പെട്ടെന്ന് എന്താണ് ഇങ്ങനെയുള്ളൊരു പരാതി പുറത്തു വരുന്നു, അത് പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ നേർക്ക് ചെളിവാരിയെറിയുന്ന രീതിയിൽ അത് വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് എന്തായാലും സമ്പത്തെന്ന് പറയുന്ന ഒരു വിഷയം അതിൻ്റെ അകത്തുണ്ട്. അത് അക്കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. സാമ്പത്തികമായ ഇടപാടുകൾ എന്തോ ഉണ്ട്. അതാണ് അവരിപ്പം ചെളിവാരി എറിയാനായിട്ട് അന്യോന്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ ഓർക്കുന്നത്, നേരത്തെ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് എത്ര 50 കോടിയോ അല്ല 5 ലക്ഷമോ 5 കോടിയോ കണ്ട് ദേശാഭിമാനി പത്രത്തിന് വേണ്ടിയിട്ട് അതിന്റെ മാനേജിങ് ഡയറക്ടറായിരുന്ന അദ്ദേഹം EP ജയരാജനായിരുന്നു തോന്നുന്നു. EP ജയരാജൻ മേടിച്ചു എന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടായി. അത് വിഭാഗീയത മുറ്റി നിന്ന കാലത്തുണ്ടായിരുന്ന ഒരു വിവാദമാണ്. അതിന് അവസാനം CP നാരായണൻ എന്ന് പറഞ്ഞ മറ്റൊരു സഖാവ് അതിന്റെ രക്തസാക്ഷിത്വം ഏറ്റെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക മറ്റോ ആണ് ചെയ്തത്. അങ്ങനെ ആ വിഷയം അവിടെ അവസാനിച്ചു. ഇത് എങ്ങനെ അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിന്റെ പിന്നിലും ഒരു പുതിയ വിഭാഗീയതയുണ്ടെന്ന് വേണം നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു മാധ്യമം ഇതിലെ ഈ രാജേഷ് കൃഷ്ണ വിഷയം വാർത്ത കഴിഞ്ഞപ്പോൾ എഴുതിയേക്കുന്ന ഒരു വാചകം എന്നെ ചിരിപ്പിച്ചു കളഞ്ഞു. അതായത് ഇത്രയാണ്: പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് രാജേഷ് കൃഷ്ണയുടെ ബിസിനസ് മെച്ചപ്പെട്ടത്. അതെന്താ, പിണറായി വിജയൻ അവിടെ UK ചെന്നിട്ട് ഇയാൾക്ക് വേണ്ട ബിസിനസ് ഉപദേശങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ സെയിൽസ്മാനായിട്ട് നിൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം ഇത് കൃത്യതയില്ലാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ആണ് ആ മാധ്യമം പറയുന്നത്. ആ മാധ്യമത്തിന്റെ ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയം, അതായത് ഈ സംഗതിയെ ഡയറക്റ്റ് ചെയ്തിട്ട് എങ്ങനെ പിണറായി വിജയനിലെത്തിക്കാവുന്ന അതെന്ന് പറയുന്നതാണ് ഇന്നത്തെ വർത്തമാനകാല വിഭാഗീയതയുടെ ഒരു ലക്ഷണം. അതായത് ഈ പറയുന്ന അടുത്ത പിണറായി വിജയന്റെ മൂന്നാം ഊഴം അല്ലെങ്കിൽ CPMന്റെ മൂന്നാം ഊഴം എങ്ങനെ തടസ്സപ്പെടുത്താം, അത് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ട് തുടരാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശമുള്ള ഒരു വിഭാഗം പാർട്ടിക്കകത്ത് ഉണ്ടോ? അവരുടെ വക്താവാണോ ഇവരൊക്കെ? ഈ ഒരാളിനെ മാത്രമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. കാരണം നിർഭാഗ്യവശാൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ സിനിമാ ഫീൽഡിലുമാണ്. ഇവർ ഈ പറയുന്ന ചിത്രവുമായിട്ട്, രാജേഷ് കൃഷ്ണ നിർമ്മിച്ച ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇർഷാദുമായിട്ടുള്ള ഇടപാട് എന്താണെന്ന് എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല. ഈ രാജേഷ് കൃഷ്ണ
അവരൊക്കെ പറയുന്നൊക്കെ പലവിധ കാരണങ്ങളൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു സൈലന്റ് വിഭാഗീയ കക്ഷികളൊക്കെ ഉണ്ട്. അതായത് അവരുടെ ലക്ഷണം എന്ന് പറയുന്നത് അവര് വളരെ പാർട്ടി ബദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അവര് പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയമായിട്ട് ജീവിക്കുകയും എതിരായിട്ട് അഭിപ്രായമൊന്നും പറയുകയില്ല. ഇപ്പൊ ഏതാണ്ട് ഒരു അച്യുതാനന്ദന്റെ മട്ട് സ്വീകരിക്കുന്ന അച്യുതാനന്ദൻ ഏത് വിഷയം ഉണ്ടായാലും പാർട്ടി ലൈനിന് പുറത്തേക്ക് പോകാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ പാർട്ടിക്കകത്ത് ഒളിച്ചിരുന്നു കൊണ്ട് പാർട്ടിയുടെ വേര് തുറക്കുന്ന ആരൊക്കെയുണ്ട്, ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവര് ഈ സർക്കാരിന്റെ ഒരു മൂന്നാം ഊഴം അവര് പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് ഇത്തരം ഇഷ്യൂസ് വൈകാരിക വിഷയങ്ങൾ ഇറക്കി വിട്ട് ജനങ്ങളെ പ്രകോപിതരാക്കാം എന്നവർ നോക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, വി എസിന്റെ മരണശേഷം അനാഥരായി തീർന്ന വി എസ് പക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ വി എസ് അനുഭാവികളെ മുഖ്യമന്ത്രി ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അവരെ സംരക്ഷിക്കുക, അവരെ പാർട്ടിയിൽ ഒറ്റപ്പെടാനോ അനാഥരായി പോകാനോ സമ്മതിക്കാതെ മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുന്നുണ്ട്. പിന്നെ പുതിയ തലമുറയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു യുവ രാജാവുണ്ട്. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ഈ CPM-ന്റെ അകത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അവരുടെ ഭാവി അതോടുകൂടി നശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വേണ്ട. അദ്ദേഹം അത് തുടർന്ന് പൊക്കോട്ടെ. കാരണം 2-3 വൈകാരിക പ്രശ്നങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഉള്ളത് കൊണ്ട് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഈ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അത് ആ ആളിനെ മുൻനിർത്തി പിണറായി വിജയൻ നയിക്കുകയാണെങ്കിൽ പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നും നിർബന്ധമായി തീർച്ചയായിട്ടും ഭൂരിപക്ഷം കിട്ടും. എൻ്റെ ഒരു ഊഹം അനുസരിച്ചിട്ടാണ് 90 സീറ്റുകൾ ഉറപ്പാണ്. അത് 110 സീറ്റുകൾ വരെയായിട്ട് ഉയരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തില് ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെ ഇഷ്യൂ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കപ്പിന്റെ അകത്ത് മാത്രം കിടന്ന് തിളയ്ക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അകത്ത് എല്ലാ ഇഷ്യൂസ് പാർട്ടി സെക്രട്ടറി കണ്ണൂരുകാരനാണ്. വളരെ തീവ്രമായിട്ട് പ്രതികരിക്കുന്ന പാർട്ടി സഖാക്കളുള്ള സ്ഥലമാണ് കണ്ണൂര്. അവിടെ ഈ വിഷയം വളരെ അതിഭീകരമായ ചർച്ചയ്ക്ക് വിധേയമാകും. അങ്ങനെ ചർച്ചയ്ക്ക് വിധേയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തെ കാര്യങ്ങളിൽ സ്വതന്ത്രമായൊരു സംഘടനാ പ്രവർത്തനം നടത്താനും ഇടതുപക്ഷ സർക്കാരിന്റെ മൂന്നാം ഊഴം വളരെ എളുപ്പം മുന്നിലേക്ക് കൊണ്ടുവരാനും കഴിയും എന്നാണ് തോന്നുന്നത്. അതിക്കവിഞ്ഞ പ്രാധാന്യമൊന്നും അത് ഈ വിഭാഗീയതയുടെ വക്താക്കൾ ഇറക്കി വിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിഭാഗീയത ഇല്ല എന്ന പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് സ്പർശിക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളൊക്കെ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോട് എതിർത്തും അനുകൂലിച്ചും ഒക്കെ നിന്ന ആളുകളുടെ പേരുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇപ്പം വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനത്തിന് ഇതൊക്കെ അസസ് ചെയ്യാനും ഒരു തീരുമാനം എടുക്കാനും ഒക്കെ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ വീക്ഷണവും മുന്നോട്ട് പോകും. അതിന് ഇതൊരു അടിവളമാണ് സാധ്യത. ഇത് കൂടുതലൊന്നും തൽക്കാലത്ത് ഇപ്പോഴത്തെ വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പാർട്ടിക്കകത്ത് ഇത് സ്വാഭാവികമാണ്. ഏത് സാധ്യതകളെയും ഉപയോഗപ്പെടുത്താനും ദുരുപയോഗപ്പെടുത്താനും CPM-നെ കവിഞ്ഞ് മറ്റൊരു പോകത്തില്ല. അതുകൊണ്ട് അതിന് ചെറിയ സഖാക്കളായാലും മതി. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കഴിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് 2 കാര്യമാണുള്ളത്. ആയിട്ടുള്ള 15 വർഷവും പിന്നെ ആയിട്ടുള്ള 10 വർഷവും.
അതുകൊണ്ട് ഇതെങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ഈ അമറലിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകും. എന്തായാലും CPM-ഉം സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും ഒക്കെ വീണ്ടും വിവാദങ്ങളിലാണ്, അല്ലെങ്കിൽ വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ പോളിറ്റ് ബ്യൂറോയ്ക്ക് അതീവ രഹസ്യമായി പരാതി നൽകിയ രാജേഷ് കൃഷ്ണയാകട്ടെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. ഇത്രയല്ലേ സർ.